പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സാന്ദ്ര, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് അതാദ്യം പറയണം എന്നുള്ളത്. എനിക്കിപ്പോൾ പറയാൻ തന്നെ പേടിയാണ് ഇവിടെ നിൽക്കുക എല്ലാവരെയും കണ്ടിട്ടൊക്കെ. എങ്കിലും എനിക്കത് സാക്ഷ്യം എല്ലാവരോടും പറയണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ടാണ്. റിയാദ്, സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ തുടങ്ങിയതാണ്. സൗദിയിൽ വർക്ക് ചെയ്യണം, എനിക്ക് എൻ്റെ കടങ്ങളൊക്കെ തീർക്കണം, അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഓരോ സാഹചര്യത്തിൽ എനിക്ക് അവിടെ പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. 2022 നവംബറിലാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. 2 വർഷം ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിയെടുത്തു. അപ്പോൾ അവിടെ എക്സാമിൻ്റെ ആവശ്യമില്ലെന്നാണ് ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എനിക്ക് 2 വർഷം അവിടെ വർക്ക് ചെയ്യാൻ പറ്റി. കുറഞ്ഞ സാലറി ആയിരുന്നു, എങ്കിലും ഞാൻ അഡ്ജസ്റ്റായി, അതുമായിട്ട് ഞാൻ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ആ ഹോസ്പിറ്റലൊരു റൂള് വന്നു, എക്സാം ഇല്ലാത്തവരെയൊക്കെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ എക്സാം എഴുതിയാലേ അവിടെ നിൽക്കാൻ പറ്റുമെന്ന്. അങ്ങനെ 2ാമത്തെ വർഷമായാലും 2023 നവംബറിൽ ഞാൻ ഫസ്റ്റ് ടൈം അവിടുന്ന് എക്സാം എഴുതി. 1 മന്ത് ഞാൻ പഠിച്ചിട്ടായിരുന്നു എക്സാം എഴുതിയത്. പക്ഷെ ഞാൻ മാർക്കില്ലായിരുന്നു, ഞാൻ ഫെയിലായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സൗദി ലൈഫ് കഴിഞ്ഞു, എൻ്റെ കടങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകും, ഇനി നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡിലാണ് പിന്നെ ഞാൻ നാട്ടിലേക്ക് വരണം എന്നില്ല വിചാരിച്ചിട്ട് നവംബറിൽ ഞാൻ അവിടുന്ന് എക്സിറ്റായി നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. എൻ്റെ കോൺട്രാക്റ്റ് 2 ഇയർ കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഞാനപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, റിയാദിൽ തന്നെയുള്ളത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ബയോഡേറ്റ എനിക്ക് സെൻഡ് ചെയ്യ്, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മെയിൽ അയച്ചു നോക്കാം, ഈവൺ എങ്ങാനും കിട്ടിയ ഒരു ലെക്കായില്ലേ എന്ന രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ചു. ഞാൻ എൻ്റെ CV ചേച്ചിക്ക് മെയിൽ അയച്ചു കൊടുത്തു. ചേച്ചി അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്തു. ചേച്ചി പറഞ്ഞു, നീ ഏജൻസിയുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യണം, അവർ നിന്നെ കോൺടാക്റ്റ് ചെയ്യും, അപ്പം നീ കാര്യങ്ങളൊക്കെ സംസാരിക്കണം, എക്സാം ഇല്ലെന്നുള്ള കാര്യം പറയണം, പറ്റുവാണെങ്കിൽ നാട്ടിൽ പോയിട്ട് നീ എക്സാം എഴുതിയെടുക്കണം, നാട്ടിൽ ക്വസ്റ്റ്യൻസ് ഈസിയാണ്. ഈ സൗദിയിലെ എക്സാം ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുവാണെങ്കിൽ നാട്ടിൽ നിന്ന് എഴുതിയാൽ പെട്ടെന്ന് കിട്ടുമെന്നുള്ളൊരു കാര്യം ചേച്ചി പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ചേച്ചി, ഞാൻ നവംബറിൽ നാട്ടിലേക്ക് തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് എക്സാം എഴുതാമെന്നുള്ള രീതിയിൽ വന്നു. നവംബർ 20 ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ CV അവിടെ ചേച്ചി സബ്മിറ്റ് ചെയ്തായിരുന്നു. ഹോസ്പിറ്റൽ അത് അക്സെപ്റ്റ് ചെയ്തു. അവർ പറഞ്ഞു എക്സാം എഴുതിയിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിലും കുഴപ്പമില്ല, അല്ല എക്സാം ഇവിടെ വന്നിട്ട് എഴുതിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ എൻ്റെ CV അക്സെപ്റ്റ് ചെയ്തു. അവിടെ ഫസ്റ്റ് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു. എക്സാം ഇല്ലാണ്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ ഞാൻ കയറി. പക്ഷേ എനിക്ക് ഓഫർ ലെറ്റർ ഒന്നും കിട്ടിയില്ല. പക്ഷെ അവർ CV സെലക്റ്റായെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഏജൻസിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. ആൻ്റണീസ് അക്കാഡമി, എജുവിസ് അക്കാഡമി, അങ്ങനെ എല്ലാ ഏജൻസിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു എനിക്ക് എക്സാം എഴുതാൻ വേണ്ടിക്ക്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ എക്സാം എഴുതേണ്ട ഒരു എലിജിബിലിറ്റി നമ്പർ ഉണ്ട്, അത് എക്സ്പയർ ആകുന്നത് 2024 മാർച്ച് 1 അത് എക്സ്പയർ ആകും. നീ അതിന് മുന്നേ എക്സാം എഴുതിയില്ലെങ്കിൽ നിനക്ക് സൗദിയിൽ ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ റിട്ടേൺ നാട്ടിലേക്ക് വന്ന് നാട്ടിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഏജൻസിക്കാർ പറഞ്ഞു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, പറ്റുവാണെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന് ഡേറ്റ് എടുക്കുക, ഞാൻ ഇവിടുന്ന് എക്സാം എഴുതിയിട്ട് പോകാമെന്നുള്ളൊരു ഇതിൽ നിന്നും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എല്ലാ ഏജൻസിയിലും അവരൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഇക്കാമ, അതായത് സൗദിയിലൊരു ഐഡൻറ്റിറ്റി കാർഡാണ് ഇക്കാമ എന്ന് പറയുന്നത്, അവിടുത്തെ ഇക്കാമയിലെ പേരും എൻ്റെ നാട്ടിലെ പാസ്പോർട്ടിലെ പേരും ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് നിനക്ക് നാട്ടിൽ നിന്ന് എക്സാം എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മേ ബി നീ അവിടെ റിട്ടേൺ പോയി കഴിഞ്ഞാൽ നിൻ്റെ ആ ഇക്കാമയിലെ പേര് ശരിയായതുകൊണ്ട് നിനക്ക് സൗദിയിൽ തന്നെ എഴുതാൻ പറ്റുമായിരിക്കും, നീ അവിടെ ഡേറ്റ് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എജുവിസ് അക്കാഡമിയിലെ ഒരു ചേട്ടൻ എനിക്ക് സൗദി ഒരു ഏജൻസിയിൽ ഒരു ഹബീബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടൻ്റെ നമ്പർ തന്നു. എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അത്. പക്ഷേ ആ മനുഷ്യൻ എന്നെ 1 മുതൽ 100 വരെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയാം. ഞാൻ എക്സാം പാസ്സായത് വരെ ആ ചേട്ടൻ്റെ ഒരു കഴിവാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ആ ചേട്ടൻ എക്സാമിന് വേണ്ടി എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് തിരിച്ച് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വരണം, കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 2 മാസം, നവംബർ, ഡിസംബർ, ജാനുവരി ലാസ്റ്റ് 28 ഞാൻ തിരിച്ച് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്.
അത് കഴിഞ്ഞ് ഞാൻ 2 മാസം കൃപാസനത്ത് വരാൻ നോക്കിയിട്ട് എനിക്ക് എങ്ങനെയും പറ്റുന്നില്ലായിരുന്നു. ഓരോരോ മുടക്കങ്ങളായിരുന്നു. അപ്പോഴേക്കും എൻ്റെ അമ്മ പറയും, നിനക്ക് പ്രാർത്ഥന കുറവാണ്, അതുകൊണ്ടാണ് മാതാവ് നിന്നെ അവിടെ എത്തിക്കാത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒന്നിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ സൗദിക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് കൃപാസനത്ത് പോകണം, ഉടമ്പടി എടുക്കണം, എനിക്ക് മാതാവിനോട് കാര്യങ്ങൾ പറയണം എന്നുള്ള ഒരു മൈൻഡിൽ ഞാൻ ജാനുവരി 24 ഞാൻ കൃപാസനത്ത് ആദ്യമായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. ഞാൻ 6 നിയോഗം വെച്ചതിൽ എൻ്റെ ഫസ്റ്റ് നിയോഗം എനിക്ക് പ്രൊമട്രിക് എക്സാം പാസ്സാവണം, മിലിറ്ററി ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി സ്ഥിരത ഉണ്ടാവണം, ആ ഒരു നിയോഗമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഞാൻ ജാനുവരി 28 സൗദിയിലോട്ട് തിരിച്ചു പോയി മിലിറ്ററി ഹോസ്പിറ്റലിൽ. അവിടെ എത്തി ഫെബ്രുവരി 1 ഞാൻ ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ എത്തിയാൽ അവർ പറഞ്ഞു, അവർ എല്ലാ ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്തു, സർട്ടിഫിക്കറ്റൊക്കെ ഓക്കെ ആയിരുന്നു, 10 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, സൗദി 2 ഇയർ എക്സ് സൗദിയാണ്, ഓക്കെ, സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞത് എക്സാം വേണം, 3 മന്തിനുള്ളിൽ എക്സാം എഴുതിയെടുത്താൽ മതി, അല്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ അതിന് മുന്നേ ഇവിടുന്ന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ എലിജിബിലിറ്റി എക്സ്പയറി ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു, മാർച്ച് 1 എൻ്റെ എക്സ്പയറി ആകും. അപ്പം എൻ്റെ മുന്നിൽ ഫെബ്രുവരി 1 മുതൽ മാർച്ച് 1 വരെ 1 മന്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഹബീബ് എന്ന് പറഞ്ഞ ചേട്ടനുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു, എനിക്ക് എങ്ങനെ എക്സാം എഴുതാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ചേട്ടൻ പറഞ്ഞു, ഞാൻ ഡേറ്റ് നോക്കട്ടെ. അങ്ങനെ ഫെബ്രുവരി 1, ഫെബ്രുവരി 2, 3, 4 അങ്ങനെ ഓരോ ദിവസവും ആ ചേട്ടൻ എല്ലാ ടൈമും സിസ്റ്റത്തിന് മുമ്പിലായിരുന്നു എനിക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, സാന്ദ്ര, ഇങ്ങനെ ഡേറ്റ് ഇല്ല, അവൈലബിലിറ്റി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ, സൗദിയിൽ എവിടെ കിട്ടിയാലും ഞാൻ അവിടെ വന്നിട്ട് എക്സാം എഴുതിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല, തബൂക്ക്, ജിദ്ദ, മക്ക, എവിടെയാണെങ്കിലും ഞാൻ വന്ന് എക്സാം എഴുതിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല, പൈസ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇല്ല സാന്ദ്ര, സൗദിയിൽ എവിടെയും ഡേറ്റ് ഇല്ല, ജാനുവരി മുതൽ ഡേറ്റ് ഇല്ലായിരുന്നു, ഡേറ്റ് ഉള്ളത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് അങ്ങോട്ടേക്ക് ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആകെ ഒരു വിഷമമായി, കാരണം എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം 1 മന്തേ മുന്നിലുള്ളൂ എലിജിബിലിറ്റി എക്സ്പയർ ആവാൻ. അപ്പം ഞാൻ എന്നും ഡെയിലി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ അമ്മ വിളിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കരഞ്ഞ മുഖവും, വീഡിയോ കോൾ വിളിക്കുമ്പോഴൊക്കെ കരഞ്ഞ മുഖവും അടഞ്ഞ സൗണ്ടൊക്കെയാണ് അമ്മ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം അമ്മ പറയുമായിരുന്നു, നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിച്ചാൽ മാതാവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഫെബ്രുവരി 3 ഞാൻ സൗദി ഏജൻസിയായി ഈ ഹബീബ് ചേട്ടൻ വഴി സൗദി കൗൺസിലിൻ്റെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. എനിക്ക് എങ്ങനെയെങ്കിലും ഡേറ്റ് എടുക്കാൻ പറ്റുമോ എന്നില്ല അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഇക്കാമയിൽ പേരിൻ്റെ ഇത് കാരണം അവർക്ക് നമ്പർ എടുത്തു തരാൻ പറ്റുന്നില്ല, ഡേറ്റ് എടുക്കാൻ പറ്റുന്നില്ലെന്ന്. എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 4 എല്ലാ ദിവസവും ഇതുപോലെ ഡേറ്റ് നോക്കുമായിരുന്നു, കിട്ടില്ല. എപ്പോഴും ഞാൻ തിരിച്ച് നിരാശയോടെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 4 നൈറ്റ് ഞാനൊരു 7:50 പ്രെയർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഈ ഹബീബി ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ആദ്യം എടുത്തില്ല, ഫോൺ വിളിച്ചു, ഞാൻ എടുത്തില്ല, കാരണം പ്രെയർ ചെല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫോൺ യൂസ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ കുറേ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടപ്പോൾ ഞാൻ പിന്നെ എടുത്ത് സംസാരിച്ചപ്പം പറഞ്ഞു, സാന്ദ്ര, ഇങ്ങനെ ID ഒക്കെ ഓപ്പൺ ആവുന്നുണ്ട്, ഡേറ്റ് നോക്കിയിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു. 7:36 ചേട്ടൻ പറഞ്ഞു, ഇല്ല, കിട്ടുന്നില്ല, എങ്ങനെയും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഓരോ ടൈമിൽ ഇങ്ങനെ ചേട്ടൻ വിളിച്ചുകൊണ്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ട്, എൻ്റെ കയ്യിൽ ഫോണും ഉണ്ട്, ഇപ്പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഒരു കയ്യിൽ ഫോണും എൻ്റെ വലത് കയ്യിൽ ഇവിടുന്ന് ഞാൻ മേടിച്ചൊരു കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്നില്ല, കരഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ റൂമിലെ ഒരു തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ഈ പച്ച മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച സമയത്ത് തിരുഹൃദയം എനിക്ക് മെഴുതിരിയുടെ നാളത്തിൽ വന്ന് കാണിച്ചു. ഇങ്ങനെ എനിക്ക് കാണിച്ചു, തിരുഹൃദയം തന്നെ ഞാൻ കണ്ടു മെഴുകുതിരിയിൽ. അപ്പം തന്നെ ഞാനത് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ അമ്മ കഴിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞാൻ കണ്ടു, എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ തിരുഹൃദയം കണ്ടു ഞാൻ, ഇത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, എനിക്കിനി എന്തെങ്കിലും തെറ്റായി തോന്നിയതാണോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നീ അത് അങ്ങനെ വെക്ക്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. 8:02 ഞാൻ ഈ തിരുഹൃദയം തീനാള രൂപത്തിൽ മെഴുകുതിരിൻ്റെ തീയിൽ കണ്ടത്. അത് കഴിഞ്ഞ് 8:07 ഈ ഹബീബ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാന്ദ്ര, നിനക്ക് ഡേറ്റ് കിട്ടി, ഫെബ്രുവരി 7 9 AM നിനക്ക് ഡേറ്റ് കൺഫേം ആണെന്ന് പറഞ്ഞു. കൺഫർമേഷൻ മെയിൽ നിനക്ക് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. 8:08 എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു. ഫെബ്രുവരി 7 മോർണിംഗ് 9 AM എക്സാം സെൻറ്റർ തബൂക്കിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം സൗദിയിൽ എവിടെ പോയാലും ഞാൻ എക്സാം എഴുതിയെടുക്കുന്നില്ല ഒരു മൈൻഡായിരുന്നു.
പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി, യോ എൻ്റെ മാതാവ്, എനിക്ക് 2 ദിവസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? 4-ാം തീയതി വൈകുന്നേരം രാത്രിയായി, 5-ാം തീയതി 6-ാം തീയതി 2 ദിവസമേ ഉള്ളൂ. എനിക്ക് തബൂക്കിൽ പോകണം, പഠിക്കണം. എനിക്ക് എൻ്റെ മൈൻഡിൽ ഒന്നുമില്ല. ഞാൻ പഠിച്ച നേഴ്സിംഗ് ഒന്നും എനിക്ക് അന്നേരം ഇല്ലായിരുന്നു എൻ്റെ മൈൻഡിൽ. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ ഇങ്ങനെ കൺഫർമേഷൻ മെയിൽ വന്നു, മാതാവ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അത് നീ ഉറപ്പിച്ചോ, മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. നിനക്ക് ആ തീനാള രൂപത്തിൽ അന്ന് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് മാതാവ് കാണിച്ചത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഹബീബ് ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ എങ്ങനെ എനിക്ക് ആ ഡേറ്റ് കിട്ടിയെന്ന് ചോദിച്ചു. ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പം ചേട്ടൻ പറഞ്ഞു, സാന്ദ്ര, സൗദിയിൽ ഒരു അറബി ആ ഡേറ്റിന് എക്സാം എഴുതാനുണ്ടായിരുന്നു. അവൻ എന്താണെന്നറിയില്ല, അവൻ ആ ഡേറ്റ് വേണ്ടെന്ന് വെച്ച് ആ ഡേറ്റ് മാറ്റി അവൻ വേറൊരു ഡേറ്റ് എടുത്തു. ആ ഡേറ്റാണ് നിനക്കിപ്പോൾ എക്സാമിന് കിട്ടിയിരിക്കുന്നത്. അതാണ് നിനക്കിപ്പോൾ കൺഫേം ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം മാതാവ് ഒരാളുടെ ഡേറ്റ് മാറ്റി അത് എനിക്ക് തന്നിരിക്കുക. എൻ്റെ എലിജിബിലിറ്റി എക്സ്പയർ ആകുന്നതിന് മുന്നേ എക്സാം എഴുതി പാസ്സാവണം എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഡേറ്റ് മാതാവ് എടുത്തു തന്നു. അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തന്നല്ലോ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യം വന്നായിരുന്നു. പെട്ടെന്ന് എക്സാമിന് പോകണം, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും മാതാവ് എനിക്ക് ഓരോ അനുഗ്രഹത്തിലൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് 12 AM ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ആയി. പക്ഷേ ഞാൻ ഒന്നും പഠിച്ചില്ലായിരുന്നു. 7th മോർണിംഗ് 9 o'clock എക്സാം. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് റിയാദിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. 1.5 hour ഉണ്ടായിരുന്നു തബൂക്കിലേക്ക്. ആ 1.5 hour ഞാൻ ആ ഫ്ലൈറ്റിലിരുന്നിട്ട് എൻ്റെ അടുത്തുണ്ടായ നോട്ട് ബുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി. എനിക്ക് എന്താ പഠിക്കേണ്ടത്, എവിടെ പഠിക്കണം ഒന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ മറിച്ച് നോക്കി. എന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് എൻ്റെ അമ്മയെ വിളിച്ചു, അമ്മ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഡേറ്റ് ഇല്ലാത്ത നിനക്ക് എക്സാമിന് ഡേറ്റ് എടുത്തുന്ന മാതാവ് നിന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തായാലും ഈ എക്സാം എഴുതുകയും ചെയ്യും, പാസ്സാവുകയും ചെയ്യുന്നില്ല ഒരു കോൺഫിഡൻറ്റ് എനിക്ക് എൻ്റെ അമ്മയും തന്നു. അത് കഴിഞ്ഞ് ഞാൻ എക്സാംസ് അവിടെയായിരുന്നു വലിയ അത്ഭുതം. അമ്മ എന്നോട് പറഞ്ഞു, നീ പോകുമ്പം ഉപ്പ് നിൻ്റെ പോക്കറ്റിലിട്ടിട്ട് കൊണ്ടുപോകണമെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ അങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നെ അവിടെ നിന്ന് പൊക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരറിയാണ്ട് എൻ്റെ പോക്കറ്റിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം സെൻറ്ററിൽ കയറി. 4 മണിക്കൂറിൻ്റെ എക്സാം ആയിരുന്നു. ഒന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ബിഗ് സീറോ ആയിരുന്നു സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുമ്പം. സിസ്റ്റം ഓപ്പണായി. ഞാൻ മാതാവിനെ വിചാരിച്ചു, കുരിശ് വരച്ചു. എൻ്റെ ഈ കയ്യിൽ ഞാൻ എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന കാശ് രൂപം ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ വിരലിൽ പിടിച്ചു. ഒരു കയ്യിൽ മൗസും ഒരു കയ്യിൽ കാശ് രൂപം വെച്ച് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഓപ്പണാക്കി. അപ്പം ഞാൻ കണ്ടത്, ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് ആ ഫ്ലൈറ്റിലിരുന്ന് നോക്കിയ സെയിം ക്വസ്റ്റ്യൻസ് അതുപോലെ സിസ്റ്റത്തിൽ കിടക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, മാതാവ് അവിടെ എന്നെ അനുഗ്രഹിച്ചിരിക്കുക. കാരണം എനിക്കറിയില്ല ഒന്നും. എന്നിട്ട് ഞാൻ പഠിച്ച അതേ ക്വസ്റ്റ്യൻസ് സിസ്റ്റത്തിൽ കാണിച്ച് എന്നെ അനുഗ്രഹിച്ചു മാതാവ്. അത് കഴിഞ്ഞ് 25 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും ഞാൻ ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി. കാരണം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ലല്ലോ. ആ ഒരു മൈൻഡിൽ ഞാൻ ഓരോ 25 ക്വസ്റ്റ്യൻസ് കഴിയും തോറും ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ 150 ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോ വിശ്വാസ പ്രമാണം ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി. അങ്ങനെ 150 ക്വസ്റ്റ്യൻസ് ഞാൻ തീർത്തു. സാധാരണ എക്സാം എഴുതി റിസൾട്ട് വരുന്നത് 1 month ആഫ്റ്ററാണ് റിസൾട്ട് വരുന്നത്. പക്ഷെ ഞാൻ 7th എക്സാം എഴുതി 14th മോർണിംഗ് ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിലൊരു മെയിൽ വന്ന് കിടക്കുന്നു. സൗദി കൗൺസിലിൻ്റെ ഒരു മെയിൽ വന്ന് കിടക്കുന്നു. അപ്പം ഞാൻ വെച്ചു ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കും. റിസൾട്ടിൻ്റെ ഞാൻ ചിന്തിക്കുന്നേ ഇല്ലായിരുന്നു. 1 month ഞാൻ എൻ്റെ മനസ്സിൽ 1 month കഴിഞ്ഞിട്ടല്ലേ റിസൾട്ട് വരും, അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാനില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ പാസ്സാക്കി തരണേ, കാരണം ഈ ഒരു ഓപ്ഷൻ മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, ഇനി ഒരു എക്സാം എഴുതേണ്ട ഒരു അവസരം എനിക്കില്ല. അങ്ങനെ ഒരു മൈൻഡിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും ഞാൻ പ്രാർത്ഥിക്കും ഇതിൻ്റെ കാര്യത്തിൽ, പ്രോമെട്രിക് എക്സാം എനിക്ക് പാസ്സാകാൻ വേണ്ടിക്ക്. കാരണം പഠിച്ച പിള്ളേർ വരെ തോറ്റു പോകുന്നൊരു ക്വസ്റ്റ്യൻസാണ് സൗദിയിൽ എപ്പോഴും എക്സാമിന് വരുന്നത്. പക്ഷെ ഞാൻ എന്താ അറിയില്ല, ഞാൻ ആ ഫ്ലൈറ്റിലിരുന്ന് വായിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെ സിസ്റ്റത്തിൽ കണ്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ അവിടുന്ന് കരഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ എക്സാം കംപ്ലീറ്റ് ആക്കി. 4 hours എക്സാം ഞാൻ 3 and 15 hours കൊണ്ട് ഞാൻ എക്സാം എഴുതി തീർത്തു. റിസൾട്ട് വന്നു. 14th മോർണിംഗ് 76% മാർക്കോടെ ഞാൻ പാസ്സായിരുന്നു. അത് കണ്ടപ്പം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ മാതാവ് അനുഗ്രഹിച്ചത് തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ വന്ന് അനുഗ്രഹിച്ചതാണ്. എനിക്കത് ഇവിടെ വന്ന് പറയണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. തിരുഹൃദയ മാതാവിനും ഉണ്ണീശോയ്ക്കും നന്ദി. പിന്നെ അതുകൂടാതെ എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ അമ്മയ്ക്ക്
ഒരു വീട് എടുത്തു കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ 4 സെൻറ്റ് സ്ഥലം എടുത്തു. ഒരു വീട് ലൈഫ് മിഷൻ്റെ പദ്ധതി വഴി ഞങ്ങളൊരു വീട് അറ്റ്ലീസ്റ്റ് എടുക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ അവിടെ പോയി ഇപ്പം ഞാൻ ഹൗസ് വാമിങ്ങിനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു. അത്യാവശ്യം വലിയ വീട് തന്നെ മാതാവ് എനിക്ക് തന്നു. ഞാനും അമ്മയും ചേച്ചിയാണ് ആ വീട്ടിലുള്ളത്. എല്ലാവരും പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹമാണ്, ഇത്രയും വലിയൊരു വീടെടുക്കാൻ പറ്റി. ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല ഇങ്ങനെ ഒരു വീടെടുക്കാൻ പറ്റുമെന്ന്. നല്ലൊരു വീട് മാതാവ് എനിക്ക് തന്നു. കടങ്ങളുണ്ട്, എന്നാലും കുഴപ്പമില്ല, ജോലിയെടുത്ത് ഞാനത് തീർത്തും. പക്ഷേ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പം നിയോഗം വെച്ചായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 2 കിഡ്നിക്കും സർജറി കഴിഞ്ഞതായിരുന്നു, കീഹോൾ സർജറി കഴിഞ്ഞതായിരുന്നു. അപ്പോൾ എപ്പോൾ നോക്കുമ്പം ക്രിയാറ്റിൻ്റെ ലെവൽ ഹൈ ലെവലിലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, മോളാണോ അതെ റെസ്പോൺസിബിൾ പേഴ്സൺ ആരാ, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് നെക്സ്റ്റ് ടൈം ക്രിയാറ്റിൻ ലെവൽ ഹൈ ആകുവാണെങ്കിൽ ഡയാലിസിസ് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു നേഴ്സായതുകൊണ്ട് ഡയാലിസിസിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത നിയോഗത്തിൽ അമ്മയുടെ അസുഖത്തിന് വെച്ചായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് കുറവുമല്ല കൂടുതലുമല്ല. അന്ന് എത്രയും ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മയ്ക്ക് എത്ര ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു, ആ ക്രിയാറ്റിൻ സ്റ്റിൽ അങ്ങനെ തന്നെയുണ്ട്. മാതാവ് അവിടെ ഒരു അനുഗ്രഹം തന്നു. കൂട്ടിയുമില്ല കുറച്ചുമില്ല. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, കാരണം മാതാവ് കൂടി ഉണ്ടായാൽ അതാണ് ഏറ്റവും വലുത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. മാതാവ് എനിക്ക് തിരുഹൃദയത്തിൻ്റെ രൂപത്തിലാണ്, തീനാള രൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ അനുഗ്രഹിച്ചത്. ഇവിടെ വന്ന് എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. നന്ദി മാതാവേ, 1000 നന്ദി. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സാന്ദ്ര എന്ന് പറയുന്ന ഈ മകളുടെ സാക്ഷ്യം, ഏറെ വൈകാരികമായി മകൾ പങ്കുവച്ച സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും അത്ഭുതകരമായ അമ്മ മാതാവിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടൽ മകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. വിദേശത്ത് പ്രൈവറ്റ് ആശുപത്രിയിലെ ജോലി നഷ്ടപ്പെടുന്നു, മറ്റൊരു ജോലി കണ്ടെത്തുവാനുള്ള വിഷമങ്ങൾ വരുന്നു. നാട്ടിലെത്തി പരീക്ഷ പാസ്സായി തിരികെ പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു. ഇവിടെ വരുമ്പോൾ പേരിലുള്ള വ്യത്യാസങ്ങൾ കാരണം അത് സൗദിയിൽ മാത്രമേ എഴുതാൻ പറ്റൂ എന്ന അവസ്ഥ വരുന്നു. തിരികെ അവിടെ ചെല്ലുമ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിൽ പാസ്സായി ജോലി കിട്ടുന്നു. എന്നാൽ 1 മാസത്തിനുള്ളിൽ 1-2 മാസത്തിനുള്ളിൽ അത് പ്രോമെട്രിക്കിൻ്റെത് ക്ലിയറൻസ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും നാട്ടിലേക്ക് പോരേണ്ട അവസ്ഥയെത്തുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി നിരന്തരം അന്വേഷണം നടത്തിയിട്ട് ഒരു ഡേറ്റ് കിട്ടാതെ കിടന്ന് വല്ലാതെ വിഷമിക്കുന്നു. അങ്ങനെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ അമ്മ നൽകിയ ഉപദേശം പ്രകാരം മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് മകളുടെ ഉടമ്പടി ജീവിതം ആഴപ്പെടുത്തി പൂർണ്ണ വിശ്വാസം അമ്മ മാതാവിൽ അർപ്പിച്ചുകൊണ്ടുള്ള പരിശ്രമമാണ് പിന്നീട് മുന്നോട്ട് മകളെ കൊണ്ടുപോകുന്നത്. ഓരോ ദിവസവും ഓരോ മണിക്കൂറും അമ്മ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഒരു തീയതി കിട്ടുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മകളുടെ ചരിത്രം മകൾ പറയുന്നുണ്ട്. ദൂതനെ പോലെ ഒരു വ്യക്തിയെ അമ്മ മാതാവ് സഹായത്തിന് കൊടുക്കുന്നു, ഹബീബ് എന്ന പേരിൽ. ആ വ്യക്തി ഒരു ഏജൻസിയുടെ വ്യക്തിയായിട്ടല്ല, മറിച്ച് സ്വന്തം എന്നതുപോലെ പൂർണ്ണമായും മകൾക്ക് വേണ്ടി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മകൾ തന്നെ പറയുന്നുണ്ട്, ഒരു ദിനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് തിരിയിൽ തെളിഞ്ഞു നിൽക്കുന്ന തിരിയിൽ തിരുഹൃദയത്തിൻ്റെ രൂപം തെളിയുന്നു. ആ തിരുഹൃദയ രൂപം തെളിയുമ്പോൾ ആദ്യമൊന്ന് അന്താളിക്കുന്നുവെങ്കിലും പെട്ടെന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് ഇതെൻ്റെ പ്രാർത്ഥനയ്ക്ക് അമ്മ തരുന്ന അടയാളമെന്ന് മകൾ തിരിച്ചറിയുന്നു. വീട്ടിൽ അമ്മയെ വിളിച്ച് പറയുമ്പോൾ അത് കൂടുതൽ പ്രാർത്ഥനയിൽ ബലപ്പെടുവാൻ, സ്ഥിരതയോടെ നിൽക്കുവാൻ, ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ മകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവൾ പറയുന്ന കാര്യങ്ങൾ മിനിറ്റ് വെച്ച് ദൈവിക ഇടപെടലാണ്. ഓരോ മിനിറ്റുകൾ ഇടവിട്ട് സന്ദേശങ്ങൾ വരുന്നു. ആദ്യം വരുന്ന സന്ദേശം എത്ര നോക്കിയിട്ടും ഒന്നും കിട്ടുന്നില്ലെന്ന്, അടുത്തത് വരുന്ന സന്ദേശം ഒരു ലോട്ട് ഒഴിവാകുന്നുവെന്ന്, അടുത്തത് മൂന്നാമത് 2-3 മിനിറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന സന്ദേശം നിൻ്റെ മൊബൈലിൽ നോക്കുക, നിനക്കുള്ള പരീക്ഷയ്ക്കുള്ള ഡേറ്റും ഡീറ്റെയിലും അതിനകത്ത് വന്നിട്ടുണ്ടെന്ന്. പ്രിയമുള്ളവരെ,
എത്ര വേഗത്തിലാണ് സമയഘടികാരം ഹൃദയത്തിൽ ചാർത്തിയ അമ്മ മാതാവ് അമ്മയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ ഇടപെടുകയും തിരുക്കുമാരിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യുക. മകൾ വീണ്ടും പറയുന്നുണ്ട്, അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. അവൾ തുടർന്ന് പറയുന്നത് എന്താണ്? അവൾ പറയുന്നു, 2 ദിവസം മാത്രമേ ഉള്ളൂ പ്രോമെട്രിക്കിന് വേണ്ടി. 1 മാസവും 2 മാസവും 3 മാസവും മക്കൾ ഒരുങ്ങിയാണ് പരീക്ഷ എഴുതുക. പലതവണ എഴുതിയാണ് ചിലരൊക്കെ പാസ്സാവുക. അത്ര വായിക്കുവാൻ ഒത്തിരിയുള്ള കാര്യങ്ങൾ. എന്നാൽ 2 ദിവസം മാത്രം മകൾക്ക് മുൻപിലുണ്ട് പരീക്ഷ എഴുതുവാനായിട്ട്. അടുത്ത ദിവസം അവൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അവൾ ആ പേപ്പറുകൾ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാതെ ആ പേപ്പറുകളെ മറിച്ച് നോക്കി വായിച്ചു കൊണ്ട് പോവുകയും അത് അവൾ ആ പരീക്ഷാമുറിയിൽ ചെന്ന് ഉപ്പിട്ട് അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ വെറും 0 ആയിരുന്നു, ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു, പഠിക്കുവാൻ എനിക്ക് സമയമില്ല, കിട്ടിയില്ലായിരുന്നു, ഞാൻ എന്നെ തന്നെ ആ സ്റ്റാറ്റസ് താഴ്ത്തിയാണ് മകൾ പോകുന്നത്. ഞാൻ നേഴ്സാണ്, കുറേ നാൾ ജോലി ചെയ്തിട്ടുണ്ട്, കുറേ അറിവുണ്ട്. അതൊന്നുമല്ല അവൾ പറയുന്നത്, ഞാനിപ്പോൾ 0 ആണ്, എനിക്കൊന്നിനെക്കുറിച്ചും അറിവില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്കിലും എനിക്കുള്ള ബലം എൻ്റെ അമ്മ മാതാവ് തക്ക സമയത്ത് എനിക്ക് ഒരുക്കി തരുമെന്നാണ്. അവൾ എന്താണോ ഫ്ലൈറ്റിലിരുന്ന് നോക്കിക്കൊണ്ടിരുന്നത് അത് മുഴുവനും അവിടെ ആ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ കമ്പ്യൂട്ടറിൽ ചോദ്യങ്ങളായി തെളിയുന്നതാണ്. അവൾ പറയുന്നുണ്ട്, എൻ്റെ 2 കരങ്ങളിലും എനിക്ക് ഏറ്റവും ആ നിമിഷങ്ങളിൽ വേണ്ടതുണ്ട്. ഒന്ന് എൻ്റെ അമ്മ മാതാവിൻ്റെ കാശ് രൂപം, ഉടമ്പടി കാശ് രൂപം. മറ്റൊന്ന് ഈ മണിക്കൂറുകൾക്കുള്ളിൽ എഴുതി തീർക്കേണ്ട എൻ്റെ പരീക്ഷയുടെ ഉത്തരങ്ങൾ എഴുതേണ്ട എൻ്റെ മൗസുമുണ്ട്. ഇത് രണ്ടും 2 കരങ്ങളിലും പിടിച്ചുകൊണ്ട് ഓരോ നിമിഷവും അമ്മയെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉത്തരങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ 25 ഉത്തരങ്ങൾ കഴിയുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം എങ്ങനെയാണ് ഓരോരുത്തരുടെയും ആത്മീയ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതെന്ന് മകൾ സൂചിപ്പിക്കുകയാണ്. ഉടമ്പടി ജീവിതം എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷകളും മുഴുവനും നമുക്ക് കൺമുൻപിൽ അസ്തമിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളെ ഉള്ളിൽ നിന്ന് തുറന്നു തരുന്നതെന്ന് മകൾ വെളിപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതം എങ്ങനെയാണ് സാഹചര്യങ്ങളെല്ലാം അന്ധകാരമായെന്ന് നമുക്ക് വിലയിരുത്തുവാൻ പറ്റുന്ന കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ അമ്മ മാതാവ് ഇടപെട്ട് ഏറ്റവും വെളിച്ചമുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, 4 മണിക്കൂറുണ്ട് പരീക്ഷ, ഏതാണ്ട് ഒരു 3.25 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി സന്തോഷത്തോടെ ഞാൻ പുറത്തിറങ്ങി. എന്നിട്ടോ ആ വിജയമോ 76% മാർക്കോടുകൂടി ഞാൻ 2 ദിവസം കൊണ്ട് 2 ദിവസം മാത്രം ഒന്ന് വായിക്കുവാൻ കിട്ടിയത്. ഒത്തിരി ആകുലതയോടുകൂടി മാത്രം ആ നാളുകളിൽ എനിക്കൊരു തീയതിക്ക് വേണ്ടി കാത്തിരുന്നത്. എല്ലാം ക്രമീകരിച്ച് സമയത്ത് എല്ലാം ക്രമീകരിച്ച് തന്നുകൊണ്ട് പരീക്ഷയിലേക്ക് എന്നെ വളരെ ശാന്തമായി കൊണ്ടുചെന്നെത്തിച്ച് ആ വിജയം പൂർത്തിയാക്കി തരുന്നത് വരെയും എൻ്റെ അമ്മ എനിക്ക് ദൂതനോടൊപ്പം എൻ്റെ അരികിൽ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു നിൽക്കുകയും അനുഗ്രഹം എനിക്ക് കൈമാറി തരികയും ചെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുന്ന ഓരോരുത്തർക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം ഇതാണ്. ജീവിതം എത്ര കണ്ട് തകർച്ചകളിലൂടെ, അനിശ്ചിതത്വത്തിലൂടെ, സംഘർഷാവസ്ഥയിലൂടെ, രോഗപീഠകളിലൂടെ, പരാജയത്തിലൂടെ, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകട്ടെ, എൻ്റെ അമ്മ എൻ്റെ അരികിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കും വരെയും തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുകയും എൻ്റെ കൈപിടിച്ചെന്നെ ഉയർത്തുകയും ചെയ്യുമെന്ന്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.